ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ അനാലിസിലേക്ക് നമ്മൾ കിടക്കാം. അനാലിസിസിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു കാര്യം നിങ്ങളെ അറിയിക്കാനുണ്ട്. അതായത് ധാരാളം ആൾക്കാർ ഇതിൻ്റെ ബാങ്ക് നിഫ്റ്റി ചെയ്യുന്ന ആൾക്കാർ കാണും. ഞാൻ ബാങ്ക് നിഫ്റ്റി എങ്ങനെ പ്രൈസ് ആക്ഷൻ വെച്ച് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു 1 hour സെഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ബേസിക്കലി ഇൻഡിക്കേറ്ററൊന്നും ഉപയോഗിക്കാതെ സിമ്പിൾ പ്രൈസ് ആക്ഷൻ വെച്ച് എങ്ങനെയാണ് പ്രൈസ് ആക്ഷൻ വെച്ച് ബാങ്ക് നിഫ്റ്റി നമുക്ക് CE എന്ന് വെച്ചാൽ ഈ സെല്ലിംഗ് അല്ല, ബൈയിങ് മാത്രമാണ്, അല്ലെങ്കിൽ PE ബൈയിങ് ആണ്. ശരിക്കും ഇൻട്രാഡേ ആണ് ഉദ്ദേശിക്കുന്നത് 5 minute ചാർട്ടിൽ. സോ ഒരു 1 hour സെഷൻ 1 hour കൊണ്ട് ഒന്നും പഠിക്കാൻ പറ്റില്ല, എന്നാലും ഇങ്ങനത്തെ കാര്യങ്ങൾ നല്ലവണ്ണം പഠിച്ചാൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു കൺവിക്ഷൻ ഡെവലപ്പ് ചെയ്യുക. അതാണ് ബേസിക്കലി ഞാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും താങ്കൾക്ക് അങ്ങനത്തെ സെഷൻ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ prosif23@gmail.com മെയിൽ അയച്ചാൽ ഞാൻ അതിൻ്റെ ഡേറ്റും അതിൻ്റെ ലിങ്കും താങ്കൾക്ക് മെയിൽ ചെയ്യുന്നതായിരിക്കും. സോ മാക്സിമം 100 പേർക്ക് ഇതിൻ്റെ അകത്ത് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യം എൻ്റെ സൂം സെഷൻ 100 പേർക്കാണ് ലിമിറ്റഡ്. അപ്പോൾ താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ മെയിൽ അയക്കുള്ളൂ. കാര്യം താങ്കൾ മെയിൽ അയച്ചു കഴിഞ്ഞു, താങ്കൾക്ക് പങ്കെടുക്കാൻ പറ്റില്ല, വേറെ ഏതോ ഒരാളുടെ ചാൻസാണ് അതുകൊണ്ട് മിസ്സായി പോകുന്നത്. അതുകൊണ്ട് ആലോചിക്കുക. ആൻഡ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് എനിക്ക് താങ്കളെ മെയിൽ ചെയ്യുക. സോ ദാറ്റ് ഐ വിൽ ഡെഫിനറ്റ്ലി റെസ്പോണ്ട് ചെയ്യും. നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നു. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇന്ന് നിഫ്റ്റി നമ്മൾ പറഞ്ഞ ലെവൽ തന്നെ ഹയർ ലോ ക്ലിയർ ആയിട്ട് മേക്കപ്പ് ചെയ്ത് പോവാണ്. സോ ഇന്നെന്താ സംഭവിച്ചത്? ഇന്ന് സമത്തിലേക്ക് എന്താ പറയണ്ടേ, ഇന്നത്തെ ക്യാൻഡിൽ നിങ്ങൾ നോക്കൂ, താഴെയും വിക്ക് വന്നിട്ടുണ്ട്, മുകളിലും വിക്ക് വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ബയേഴ്സും സെല്ലേഴ്സും സ്ട്രോങ് ആണ്. ഇന്നത്തെ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻസൈഡ് ക്യാൻഡിൽ ഡെവലപ്മെൻ്റ് ആണ് ഇന്നലത്തെ ക്യാൻഡിലുമായിട്ട് നോക്കാൻ നേരത്തെ. ദർസ് ആൻ ഇൻസൈഡ് ക്യാൻഡിൽ ഡെവലപ്മെൻ്റ് ആണ് വരുന്നത്. സോ ഇൻസൈഡ് ക്യാൻഡിൽ ബ്രേക്കൗട്ടിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ബ്രേക്കൗട്ട് ഏത് സൈഡിലേക്കും പോകാൻ സാധിക്കും, മുകളിലേക്കും പോകാം, താഴത്തേക്കും പോകാം. നമുക്കതൊന്നും മുൻകൂട്ടി നമുക്ക് പ്രവചിക്കാനൊന്നും അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും നമുക്ക് ആ ലെവലിൽ തന്നെ നമുക്ക് നോക്കി നിന്നാൽ മതി. വോളിയം ഉണ്ടോ എന്നറിയില്ല. വോളിയം വോളിയം വീണ്ടും കുറവാണ്. സോ കണ്ടിന്യൂസ് ആയിട്ട് നിഫ്റ്റിയിൽ വോളിയം കുറയാന്ന് വെച്ചാൽ അത് ബയറിൻ്റെ ഡിസ്ഇൻട്രസ്റ്റിനെയാണ് കാണിക്കുന്നത്. നിഫ്റ്റി ഒരു കൺസോളിഡേഷനാണ് കാണിക്കുന്നത്. ഞാൻ ഇന്നലെയും പറഞ്ഞു ഇതൊരു വലിയൊരു ഡെക്കാണ്. ആ ഡെക്ക് എന്ന് പറയുന്നത് ഒരു 350-360 പോയിൻറ്റ്സിൻ്റെ ഡെക്കാണ്. ഈ ഡെക്ക് നോക്കുക, ഈ ഡെക്കിനെ ക്രോസ് ചെയ്യണമെങ്കിൽ നിഫ്റ്റി പല കൺസോളിഡേഷൻ കഴിഞ്ഞാൽ മാത്രമേ ഈ ഡെക്കിനെ ക്രൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കാരണം ഈ ലെവലിൽ 350-360 പോയിൻറ്റ് ലെവലിൽ സ്ട്രോങ് സെല്ലേഴ്സാണുള്ളത്. ഈ ലെവലിനെ ക്രൂസ് ചെയ്ത് പോകണമെങ്കിൽ പല കൺസോളിഡേഷൻ കഴിഞ്ഞ് മാത്രമേ ആ ലെവലിനെ ക്രൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി ആ ലെവലിനെ എന്ന് ക്രോസ് ചെയ്യുന്നൊക്കെ നമുക്ക് മുൻകൂട്ടി നിശ്ചയങ്ങളൊന്നുമില്ല. തീർച്ചയായും നമുക്ക് കാത്തിരിക്കാം. എങ്ങനെയാണ് നിഫ്റ്റി റെസ്പോണ്ട് അനുസരിച്ച് നമുക്ക് നമ്മുടെ ട്രേഡ്സിനെ നമുക്ക് പ്ലാൻ ചെയ്യാം. സോ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, ഔട്ട് പെർഫോം ചെയ്യുന്ന സെക്ടർ പോലെ തന്നെ അണ്ടർ പെർഫോമിംഗ് സെക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ 3 അണ്ടർ പെർഫോമിംഗ് സെക്ടേഴ്സിനെ കുറിച്ചാണ് നിങ്ങളോട് പറയുന്നത്. സോ ആ സെക്ടേഴ്സിനെ ശ്രദ്ധിക്കുക, ആ സെക്ടേഴ്സിലെ സ്റ്റോക്കിന് നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യത്തെ സെക്ടർ വീക്ക്നെസ് ആണ് കാണിക്കുന്നത്. നിഫ്റ്റി PSE ആണ്. നിഫ്റ്റി നോക്കൂ, ഹയർ ലോയിൽ വന്നതിന് ശേഷം ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ലോ ക്രിയേറ്റ് ചെയ്തിട്ട് തിരിച്ച് അതിന് പഴയ ഹൈയിലേക്ക് എത്താൻ പറ്റില്ല. അതിനുള്ള സ്ട്രെങ്ത് വീക്കായിപ്പോയി. ഈ ലെവലിലേക്ക് എത്തിയാൽ മാത്രമേ സ്ട്രെങ്ത് എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. സ്ട്രെങ്ത് വീക്കായിപ്പോയി. വീണ്ടും അവിടെ വന്നിരിക്കുന്ന 3 ക്യാൻഡിലും ശരിക്കും പറഞ്ഞാൽ ബെയറിഷ് ക്യാൻഡിലാണ്. ഫസ്റ്റ് ഒരു ബെയറിഷ് ഡോജിയാണ്, അതിനുശേഷം ഒരു സ്ട്രോങ് എൻഗൾഫിംഗ് ക്യാൻഡിലാണ് വന്നത്. വീണ്ടും ഇന്നത്തെ ക്യാൻഡിൽ അതിൻ്റെ ഫോളോ അപ്പ് ക്യാൻഡിലായിട്ട് വന്ന് ഈ ഒരു സെക്ടർ നിഫ്റ്റി PSE എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അത് അണ്ടർ പെർഫോമിംഗ് ആണെന്ന് പറയാൻ സാധിക്കും. നിഫ്റ്റി എനർജിയാണ് അടുത്ത സെക്ടർ. എനർജി നോക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ട്രെൻഡ് ചെയ്ത് പോയ സെക്ടറാണ്. കഴിഞ്ഞ ഏതാനും എന്താ പറയുക, അറ്റ്ലീസ്റ്റ് ഓഫ് ലാസ്റ്റ് 2 years ആയിട്ട് ട്രെൻഡ് ചെയ്ത സെക്ടർ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഹൈ ക്രിയേറ്റ് ശേഷം ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം എന്താ സംഭവിച്ചത്? ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു. ദാറ്റ് മീൻസ് ഇൻടാക്ട് സ്ട്രക്ചറിൽ നിന്നും ലോവർ ഹൈ ക്രിയേഷൻ എന്ന് പറയുന്നത് അത് വീക്ക്നെസ്സിനെയാണ് കാണിക്കുന്നത്. മൂന്നാമത്തെ സെക്ടർ എന്ന് പറയുന്നത് നിഫ്റ്റി കമ്മോഡിറ്റിയാണ്. നോക്കൂ, ഇതുപോലെ തന്നെ ഹയർ ലോ ക്രിയേറ്റ് വന്നതിന് ശേഷം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് ലോവർ ലോ ക്രിയേറ്റ് ചെയ്തിട്ട് തിരിച്ച് പഴയ ഹൈയിലേക്ക് എത്താൻ പറ്റില്ല. അവിടുന്ന് തിരിച്ച് താഴത്തേക്ക് വന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഈ 3 സെക്ടറല്ല. നിഫ്റ്റി IT അണ്ടർ പെർഫോമിംഗ് ആണ്, FMCG അണ്ടർ പെർഫോമിംഗ് ആണ്. സോ നമുക്ക് അങ്ങനെ പല സെക്ടറും പറയാൻ സാധിക്കും. ജസ്റ്റ് ഇങ്ങനത്തെ അണ്ടർ പെർഫോമിംഗ് സെക്ടേഴ്സിൽ നിങ്ങൾ എപ്പോഴും വളരെ ശ്രദ്ധിച്ച് വേണം അങ്ങനത്തെ സെക്ടേഴ്സ് നിങ്ങൾ കൈകാര്യം ചെയ്യുക. അങ്ങനത്തെ സെക്ടർ മനസ്സിലാക്കാനായിട്ട്, പഠിക്കാനായിട്ട്, അതിൻ്റെ അകത്തുള്ള സ്റ്റോക്കുകളെ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട്. ഔട്ട് പെർഫോം പോലെ തന്നെ അണ്ടർ പെർഫോമിങ്ങും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് മാർക്കറ്റിനെ സംബന്ധിച്ചെന്നുള്ള കാര്യം ഞാൻ എടുത്ത് പറയാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഇവേബിൾ ജനറേഷൻ മെയ്യിൽ 10.32 crores ടച്ച് ചെയ്തു. സെക്കൻഡ് ഓൾ ടൈം ഹൈ ആണ് ടച്ച് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഒരു എന്താ പറയണ്ടേ, ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തത് ഈ കൊല്ലം മാർച്ചിലാണ് ഹിറ്റ് ചെയ്തത്. ജനറേഷൻ വാസ് 10.35 crores ആണ്. മെയ്യിൽ 10.32 crores ഹിറ്റ് ചെയ്തു. ശരിക്കും അത് ശരിക്കും പറഞ്ഞാൽ അതിന് മുമ്പുള്ള സെക്കൻഡ് ഓൾ ടൈം ഹൈ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം ഒക്ടോബറിലാണ് 10.03 crores ആണ്. അത് നമ്മൾ മനസ്സിലാക്കണം. മാർച്ചിനെക്കാളിലും ഏപ്രിലിനെക്കാളിലും മെയ്യിൽ ആക്ടിവിറ്റി നോർമലി കുറവാണ്. എന്നിട്ട് പോലും ഇത്തവണ മെയ്യിൽ ഇലക്ഷൻ്റെയൊക്കെ കാരണം കൊണ്ട് പല സ്ഥലത്തും ആക്ടിവിറ്റി കുറവായിരുന്നു. എന്നിട്ട് പോലും 10.32 crores അച്ചീവ് ചെയ്യാന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെൻ്റ് ആണ്. ആൻഡ് ബേസിക്കലി എന്താ പറയണ്ടേ, അത് കാണിക്കുന്നത് ബേസിക്കലി നമുക്ക് ഡേറ്റയിൽ നിന്ന് കാണുന്നത്
ഹയർ നമ്പേഴ്സ് ക്യാൻ ബി ആട്രിബ്യൂട്ടഡ് ടു, ഒരു പക്ഷേ അതിൻ്റെ ആട്രിബ്യൂഷൻ വന്നിരിക്കുന്നത് ബേസിക്കലി ഡിമാൻഡ് ഇൻ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആൻഡ് അതർ കൂളിംഗ് പ്രൊഡക്ട്സ് ആണെന്നുള്ള ഒരു പോയിന്റിലാണ് ഒരു പക്ഷേ നമുക്ക് എത്തി നിൽക്കാൻ സാധിക്കുക. ഡിമാൻഡ് ഓഫ് ഇലക്ട്രോണിക് ഐറ്റം ആൻഡ് ഡിമാൻഡ് ഓഫ് കൂളിംഗ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് നമുക്ക് ലോജിക്കലായിട്ട് ചിന്തിക്കാൻ സാധിക്കും. അക്രോസ് നോർത്ത് ഇന്ത്യയിൽ അതിൻ്റെ നീഡ് ഹയസ്റ്റ് ലെവലിലാണ്. സോ തീർച്ചയായും ആ സെക്ടറിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആ സെക്ടറിലെ സ്റ്റോക്കുകൾ നിങ്ങൾ പ്രത്യേകം പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ള ഒരു പോയിന്റിലാണ് ഇന്നത്തെ വീഡിയോ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നത്.